ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ആരുടെയോ പ്ലാൻ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഏതോ ഒരു വ്യക്തി ഉണ്ട്. നിങ്ങൾ അവരുടെ ആ ഒരു പ്ലാനെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. കാരണം ആ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, അതായത് ഒരു ലിമിറ്റും ഉണ്ട് എല്ലാത്തിനും. അത് ക്രോസ് ചെയ്താണ് നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവർ മറ്റുള്ളവർ മുഖേനയും എല്ലാം നോക്കുന്നത്. അതായത് ഈ ഒരു വ്യക്തി രാവെന്നില്ല പകലെന്നില്ല, എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് 24 മണിക്കൂറും ചിന്തിക്കുന്നത്. എങ്ങനെ നിങ്ങളെ തകർക്കാം, നിങ്ങളുടെ ലൈഫിൽ എന്താണ് നടക്കുന്നത്, നല്ലത് സംഭവിച്ചാൽ എങ്ങനെ സംഭവിച്ചു നല്ലത്, മോശം സംഭവിച്ചാൽ ഇവർക്ക് ഹാപ്പിയാണ്. ഇവിടെ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഈർഷ്യാഭാവം, ദേഷ്യഭാവം, അതായത് നിങ്ങളോട് എങ്ങനെയെങ്കിലും പകരം വീട്ടണം, നിങ്ങളെ തകർക്കണം, അങ്ങനെ ഒരു ഭാവമാണ് ഇവർക്ക് നിങ്ങളോടുള്ളത്. നിങ്ങളുടെ ആ ഒരു സക്സസ് അവർക്കൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കിപ്പോൾ നല്ല എന്തെങ്കിലും സക്സസ് ലഭിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബിൽ നിങ്ങൾക്ക് നല്ല സക്സസ് ലഭിക്കുന്നു, നല്ല വരുമാനം നിങ്ങൾക്ക് ഉണ്ട്, അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ദേഷ്യമുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആരോടെങ്കിലും ഏതെങ്കിലും ജോത്സ്യനോട് ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് പല പ്രാവശ്യവും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ സമയം വളരെ മോശമായിട്ടാണ് പോകുന്നത് എന്ന്. കാരണം നമ്മുടെ ലൈഫിൽ പല മോശ സാഹചര്യങ്ങളും വരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ സമയം നല്ലതല്ല, നമ്മുടെ സമയം മോശമാണ് എന്ന്. ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നേരെ എന്തോ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് മാജിക്, അതായത് ഇനി നിങ്ങൾ തിരികെ ജീവിതത്തിൽ ഒരു രീതിയിലുള്ള സക്സസ്സും നേടാൻ സാധിക്കാത്ത രീതിയിൽ തകർന്നു പോകണം, ആ രീതിയിലുള്ള ഒരു ബ്ലാക്ക് മാജിക്കാണ് ഈ വ്യക്തി നിങ്ങളുടെ നേരെ ചെയ്തത്. ഇവിടെ നിങ്ങൾക്കെതിരെ ഒരു ടീം തന്നെ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കെതിരെ വലിയ ഒരു പ്ലാനാണ് ആ ടീം ചെയ്തത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കബഡി എങ്ങനെയാണ് കളിക്കുന്നത്, കുറേ പേർ ചേർന്ന് ഒരു വ്യക്തിയെ അവരുടെ സൈഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വലിച്ച് തറയിലിട്ടിട്ട് വലിച്ച് എടുത്ത് കൊണ്ടുപോകുന്ന ആ ഒരവസ്ഥ, അതേപോലെ നിങ്ങളെ കുറേ ആൾക്കാർ ചേർന്ന് ബ്ലാക്ക് മാജിക് ചേർന്ന് നിങ്ങളെ തകർക്കാൻ ശ്രമിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു സൈഡ് നിങ്ങൾ ഒരാൾ മാത്രം, മറു സൈഡ് ഒരു ടീം. പക്ഷേ നിങ്ങൾ ഒരാൾ മതി അവരുടെ എല്ലാ പ്ലാനും തകർക്കാനെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ്, നിങ്ങൾ ഒരിക്കലും ശക്തിഹീനരല്ല, നിങ്ങൾ ശക്തിശാലിയാണ്. കാരണം നിങ്ങളുടെ കൂടെ ഒരു ദൈവിക ശക്തിയുടെ ഊർജമുണ്ട്. ആ ഒരു ഊർജം ഉള്ളത് കൊണ്ട് മാത്രമാണ് അപ്പുറത്തെ ടീമായിട്ട് നിന്നിട്ട് പോലും നിങ്ങൾ ഒരാൾ അവരുടെ ആ ഒരു പ്ലാൻ എല്ലാം തകർത്തത്. ഇവിടെ ഏതൊരു ദിവ്യ ശക്തിയുടെ കൈ നിങ്ങളുടെ തലയിൽ ഉണ്ട്. ആ ഒരു ദിവ്യശക്തിയുടെ പവർ നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് ഈ ഒരു ടീമിനെ നിങ്ങൾ തോൽപ്പിച്ച് കളഞ്ഞത്. ഇവിടെ ഒത്തിരി ആൾക്കാർ ചേർന്ന് ഭയങ്കരമായിട്ട് ബുദ്ധി പ്രയോഗിച്ച് ഒരു പ്ലാൻ ചെയ്ത് ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ അവരുടെ ആ ഒരു പ്ലാൻ എല്ലാം തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലം ആരോടും ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ല. ആ ഒരു ഒറ്റ കാരണങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ വിജയിച്ചിരിക്കണം. കാരണം നമ്മൾ നമ്മുടെ പേഴ്സണൽ പ്രോബ്ലം മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവർ ആ ഒരു കാര്യങ്ങൾ വേറൊരാളോട് പറയും. അങ്ങനെ നമ്മുടെ ശത്രു ആരാണോ അവരുടെ ചെവിയിൽ ഇതെത്തിയിട്ട് നമ്മുടെ ആ ഒരു ബലഹീനത എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇതുവരെയും, ഞാൻ ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആൾക്കാരോട് മാത്രം ഷെയർ ചെയ്യണമെന്ന്, അല്ലാത്തവരോട് ഷെയർ ചെയ്യാൻ പോകണ്ടെന്ന്. അത് നിങ്ങൾ അനുസരിച്ചു എന്ന് തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്തില്ല. അവിടെയാണ് നിങ്ങൾ വിജയിച്ചത്. മോശം സമയത്ത് പോലും നിങ്ങൾ മോശമായി മാറിയിട്ടില്ല. അതാണ് നിങ്ങൾ ചെയ്ത നല്ലൊരു കാര്യം. കാരണം മുന്നേയൊക്കെ നിങ്ങളെല്ലാം അങ്ങ് തുറന്നു പറയുമായിരുന്നു ആൾക്കാരോട്. പക്ഷെ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയല്ല. ഇവിടെ ആൾക്കാർ എത്ര തന്നെ നിങ്ങൾക്ക് നേരെ പ്ലാനിങ് ചെയ്താലും നിങ്ങളുടെ നേരെ ഒരു ദിവ്യ ഊർജമുണ്ട്. ആ ഒരു ദിവ്യ ഊർജം അവരുടെ പ്ലാനിങ് എല്ലാം തകർക്ക് തന്നെ ചെയ്യും. ആ ഒരു ദിവ്യ ഊർജം നിങ്ങളെ എല്ലാ സ്ഥലത്തും രക്ഷിക്കുകയും ചെയ്യും. നിങ്ങളെ പല സങ്കടങ്ങളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് മിറർ നമ്പർ 1221 ഈ ഒരു നമ്പർക്കുള്ളിട്ട് കാണാൻ സാധിക്കും.
ഈ ഒരു നമ്പർ പറയുന്നത് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു ന്യായത്തിൻ്റെ ആ ഒരു വാർത്ത ലഭിക്കാൻ പോവുകയാണ്. ആരാണോ നിങ്ങളെ വേദനിപ്പിച്ചത് ആ വേദനിപ്പിച്ച വ്യക്തിക്കും അതേ വേദന ലഭിക്കുകയാണ് എന്നുള്ള വാർത്ത നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കർമ്മഫലം നിങ്ങൾ അനുഭവിച്ച അതേ സെയിം അവസ്ഥയിൽ ഇവർക്കും അനുഭവിക്കേണ്ടി വരുന്നത് കൂടാതെ ഹെൽത്ത് ഇഷ്യൂ ഒത്തിരി ഇവർക്ക് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവരുടെ ആ ഒരു ലൈഫിൻ്റെ കാര്യത്തിൽ വലിയ ഒരു സംഭവം ഉണ്ടാകുകയും അതിലൊരു റീക്കവറി ഇവർക്ക് ഒരിക്കലും ഉണ്ടാവത്തില്ല. ഇവിടെ തെറ്റായ കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അവർക്ക് കിട്ടുന്ന ആ ഒരു ഫലം ശുഭമായിരിക്കത്തില്ല, അശുഭമായിരിക്കും. അവർ മറ്റൊരാളോട് ക്രൂരത ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്കും തിരിച്ച് ആ ഒരു ക്രൂരത അനുഭവിക്കേണ്ട അവസ്ഥ വരും. ഇവിടെ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ പേര് വീണ്ടും വീണ്ടും നിങ്ങളുടെ കൺമുന്നിൽ ഏതെങ്കിലും രീതിയിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു വ്യക്തിക്ക് അവർ ചെയ്ത ശിക്ഷയുടെ ഫലം ലഭിക്കാറാവുമ്പോഴാണ് ഇവരുടെ പേര് നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് നല്ല ബോണ്ടല്ല. ഈ ഒരു വ്യക്തി നിങ്ങളെ ഇവരുടെ ശത്രുവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ബോണ്ടാണ് ഇവർ നിങ്ങളുമായിട്ട് വച്ചേക്കുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ ഒരു ബോണ്ടല്ല നിങ്ങളുമായിട്ടുള്ളത്, ശത്രു ആയിട്ടുള്ള ഒരു ബോണ്ടാണ് നിങ്ങളുമായിട്ട് ഇവർക്കുള്ളത്. ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരു സർക്കിളിൽ ഇടാൻ വേണ്ടി ശ്രമിച്ചു. അതായത് 4 ചുറ്റും നിങ്ങൾക്ക് പുറത്ത് വരാൻ പറ്റാത്ത രീതിയിലൊരു സർക്കിള് കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. അതിൻ്റെ നടുക്ക് നിങ്ങൾ പെട്ടുപോയ അവസ്ഥ, ആ ഒരു സ്ഥലത്ത് നിങ്ങളെ അകപ്പെടുത്താൻ ഇവർ ആഗ്രഹിച്ചു. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ സ്വന്തമാക്കണം, അത് റിലേറ്റഡ് ആയിട്ടാണ് ഇവർ ഓരോ പ്ലാനിങ്ങും ചെയ്യുന്നത്. വലിയൊരു പ്ലാനിങ് ആണ് ഇവർ ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് സമയം നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇവർ ആദ്യം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിനെയാണ് തകർക്കാൻ ശ്രമിച്ചത്. കാരണം നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ. അപ്പോൾ ആദ്യം നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കാം, അതാണ് ആദ്യം ചിന്തിച്ചത്. ഇവിടെ ക്യാഷ് റിലേറ്റഡ് ആയിട്ടും നിങ്ങളെ തകർക്കാൻ ഇവർ ശ്രമിച്ചു. ബന്ധങ്ങൾ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വരുത്താൻ വേണ്ടിയും ഇവർ ശ്രമിച്ചു. അതായത് രണ്ടുപേരെ തമ്മിൽ വഴക്കുണ്ടാക്കി പിരിയിക്കണം, ആ രീതിയിലും ഇവർ ശ്രമിച്ചു. ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ ആയിരിക്കാം ഇവർ പിരിയിക്കാൻ ശ്രമിച്ചത്. ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വരണമെന്ന് പറഞ്ഞ് ഇവർ എന്തൊക്കെയോ ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഇവരുടെ ആ ഒരു ഇൻറ്റൻഷൻ അത് തന്നെയാണ്. അത് 2 വ്യക്തികളെ തമ്മിൽ നല്ല രീതിയിൽ വഴക്കിട്ട് എങ്ങനെ രണ്ട് വഴിക്കാക്കാം, അത് തന്നെയാണ് ഇപ്പോഴും ഇവരുടെ ഇൻറ്റൻഷൻ. ഇവിടെ പുറത്തുള്ള ആൾക്കാരുടെ ആ ഒരു ഇടപെടൽ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം കുറവായിരിക്കുമോ അത്രത്തോളം നിങ്ങളുടെ ലൈഫ് നല്ലതായിട്ട് പോകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏതോ ഒരു പുറത്തുള്ള വ്യക്തി നിങ്ങളെയും നിങ്ങളുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വൈഫിനെയോ തമ്മിൽ തെറ്റിപ്പിക്കാൻ വേണ്ടി നോക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തി മെയിനായിട്ട് എന്തൊക്കെയോ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുന്നേയും ഇവർ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു പോയി. പക്ഷേ വീണ്ടും ഇവർ അതേ സെയിം ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ശാന്തമായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ഡബിൾ പേഴ്സണാലിറ്റി ആയിട്ടുള്ള ഗെയിം ഇവർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് പുറമേ കാണുമ്പോൾ ഇവർ ഇങ്ങനെയുള്ള ആളാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല, പക്ഷേ ഇവരുടെ ഇൻറ്റൻഷൻ ഇതാണ് എന്ന് നമുക്ക് അറിയുമ്പോൾ നമ്മൾ അതിശയിച്ചു, ദൈവമേ ഇവർ ഇങ്ങനെയായിരുന്നു എന്നോട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. മനസ്സുകൊണ്ട് വളരെ പവിത്രമായിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് ഇവർ സംസാരിക്കുന്നത്, പക്ഷെ ഉള്ളിലിരിപ്പ് ഇതാണ്. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ പ്ലാനിങ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ മുന്നേ തകർത്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ആയിട്ടുണ്ട്, എന്തോ നല്ലത് എൻ്റെ കൂടെ സംഭവിച്ചു എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു വ്യക്തിയുടെ പ്ലാനിങ് ഈശ്വരൻ നിന്നുകൊണ്ട് തകർത്ത് കളഞ്ഞു. അപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനൊരു ഫീല് ഉണ്ടായത്, എൻ്റെ കൂടെ എന്തോ നല്ലത് സംഭവിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾ തലനാരിഴയ്ക്കാണ് ആ ഒരു വ്യക്തിയുടെ പ്ലാനിങ്ങിൽ നിന്ന് ഈശ്വരൻ നിങ്ങളെ രക്ഷപ്പെടുത്തിയത്.
ഇവിടെ പല സമയത്തും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മോശം വരാൻ പോകുമ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയും, എനിക്കെന്തോ മോശം അനുഭവം ഉണ്ടാവാൻ പോവുകയാണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള സൈൻ നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എന്തോ മോശം സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആ ഒരു മോശം അനുഭവത്തെ നിങ്ങളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴാത്ത രീതിയിൽ മാറ്റിക്കളയുന്നു. അതേപോലെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങോട്ട് നിങ്ങളെപ്പോഴും നിങ്ങളുടെ ചക്രാസിനെ ബാലൻസിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക. അങ്ങനെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ് എങ്കിൽ ഈ ഒരു ടീം നിങ്ങൾക്കെതിരെ ഉണ്ടാവുന്നില്ലേ, ആ ഒരു ടീമിനെ നിങ്ങൾക്ക് തകർക്കാൻ സാധിക്കും. അതായത് ഒരു വ്യക്തി നിങ്ങളോട് മോശം ചെയ്യുന്നു, അത് കണ്ടിട്ട് മറ്റൊരു വ്യക്തി മോശം ചെയ്യുന്നു. ഇപ്പോൾ വേറെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തൊരു വ്യക്തി, ആ വ്യക്തി പോലും ഇത് കണ്ടിട്ട് നിങ്ങളോട് മോശം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചക്രാസ് ബാലൻസിൽ വരാൻ വേണ്ടി ഉള്ള മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞത്. അതായത് സഡനായിട്ടാണ് ആൾക്കാർക്ക് നിങ്ങളോട് ഈർഷ്യഭാവവും ഈഗോയും അഹങ്കാരവും നിങ്ങളെ തകർക്കണം എന്നുള്ള ഭാവവും എല്ലാം വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്. കാരണം നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല, എന്നിട്ടും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തികൾ തരുന്ന ആ ഒരു വേദന അനുഭവിക്കേണ്ടി വരുന്നത്. എത്ര നാൾ ഇങ്ങനെ നിങ്ങൾ വേദന അനുഭവിക്കും ചെയ്യാത്ത തെറ്റിൻ്റെ? അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ആ ഒരു ചക്രാസ് ബാലൻസിൽ കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പല ചോദ്യത്തിനുമുള്ള ഉത്തരം ഈ ഒരു മെഡിറ്റേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ്. പോസിറ്റീവ് ഓറ ഉണ്ടാകുന്നു ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ. ഒരു പോസിറ്റീവ് ഓറ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകുമ്പോൾ നെഗറ്റിവിറ്റി തനിയെ തന്നെ നിങ്ങളിൽ നിന്ന് ദൂരെ പോകുന്നു. ഇനി നിങ്ങൾക്ക് ഒരു ഏഞ്ചൽസ് നമ്പർ കാണുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നല്ലതാണ് സംഭവിക്കുന്നുണ്ടത് എങ്കിൽ നിങ്ങൾ ആ ഒരു ഏഞ്ചൽ നമ്പേഴ്സിനെ എഴുതി വയ്ക്കുക. ഇനി അടുത്ത ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് മോശമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ ഒരു ഏഞ്ചൽസ് നമ്പേഴ്സിനെ നിങ്ങൾ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഏത് ഏഞ്ചൽ നമ്പേഴ്സ് കാണുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലത് സംഭവിക്കുന്നത്, ഏത് കാണുമ്പോഴാണ് മോശം സംഭവിക്കുന്നത് എന്ന്. അതായത് ഓരോ ഏഞ്ചൽ നമ്പേഴ്സും നമ്മുടെ ലൈഫിലെ പല സാഹചര്യങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിട്ട് അടുത്ത നമ്മുടെ ലൈഫിൻ്റെ സാഹചര്യം എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കുക, എന്നിട്ട് തീരുമാനമെടുക്കുക. ഇവിടെ ഏഞ്ചൽസ് പല സ്ഥലത്തും നിങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്, പല അപകടങ്ങളിൽ നിന്നും. ഇവിടെ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, എന്തോ വലിയൊരു അപകടത്തിൽ നിന്ന് നിങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങളുടെ നല്ല കർമ്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആശീർവാദം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം ഇതെല്ലാം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ ഓരോ സാഹചര്യങ്ങളും നോക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റായി നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് പറ്റിയതുപോലെ വേറെ ഒരാൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവല്ലേ എന്ന് നിങ്ങൾ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അതിൽ നിന്നെല്ലാം പുറത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു സമയം നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല, പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആ ഒരു നല്ല കർമ്മം എന്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം എന്തോ നിങ്ങളെ സഹായിച്ച ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നു. ഇവിടെ നിങ്ങൾക്കെതിരെ എത്ര തന്നെ ടീം വന്നാലും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമിനെ എല്ലാം നിങ്ങൾ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. ഇവിടെ ഒരു കാര്യം കറക്റ്റായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്, ഇതിന് മുന്നേ ഉള്ള ഏത് സാഹചര്യം എടുത്തു നോക്കിയാലും ആൾക്കാർ നിങ്ങളോട് അവരുടെ ആ ഒരു പവർ കാണിക്കുന്ന രീതിയിലാണ് എപ്പോഴും സംസാരിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും. അതായത് നിങ്ങളെ അവരുടെ ആ ഒരു പവർ കാണിച്ച് തകർക്കാം എന്നുള്ള രീതിയിൽ അവർ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചു. പക്ഷേ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പവർ എന്താണ് നിങ്ങൾ അങ്ങോട്ട് കാണിക്കാൻ പോയില്ല. ഈശോൻ്റെ പവർ എന്താണെന്ന് ഈശോൻ അവർക്കൊക്കെ കാണിച്ചു കൊടുത്തു. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതായത് ഒരാൾ ഫേസ് റീഡിങ് ചെയ്യത്തില്ല, അതേപോലെ എന്തോ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. അതായത് ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നല്ലതാണോ മോശമാണോ ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. ഇവിടെ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുകയാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി നല്ലതല്ല ചിന്തിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ കുറച്ച് നിങ്ങളൊന്ന് അവെയറാകും, കുറച്ച് ശ്രദ്ധാലുവാകും ആ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴും എല്ലാം. ഈ ഒരു ബ്ലെസ്സിങ്, അതായത് ആൾക്കാരുടെ ഫേസ് റീഡിങ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബ്ലെസ്സിങ് നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ ഇനി ഒരു ആളുടെ ചതി കിട്ടാതിരിക്കാൻ സാധിക്കുകയുള്ളൂ.
കാരണം ഇനി നിങ്ങളെ ആരും ഭാവിയിൽ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ശത്രു ആരാണോ അവർ നിങ്ങളെക്കുറിച്ച് ഒരു പ്രൊഡിക്ഷൻ, ഒരു റീഡിങ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ജോത്സ്യൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ പേരും നാളും പറഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഏത് സമയമാണ് നടക്കുന്നത്, നല്ല സമയമാണോ മോശ സമയമാണോ എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു മോശ സമയത്ത് നിങ്ങളുടെ നേരെ അവർ ഒരു പ്ലാൻ പ്രയോഗിച്ചതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ദൈവം ഇവിടെ നിങ്ങളുടെ സപ്പോർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെന്തൊക്കെ പദ്ധതി രൂപീകരിച്ചാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ ചെയ്യേണ്ടവർ എന്ത് വേണോ ചെയ്യട്ടെ, പക്ഷേ ഈശ്വരൻ ഒരാളുണ്ട്. ഈശ്വരൻ്റെ കണ്ണിനെ അടയ്ക്കാൻ ആർക്കും സാധിക്കത്തില്ല. ഈശ്വരന് വിരുദ്ധമായിട്ട് എന്ത് ചെയ്താലും ആ ഒരു കർമ്മഫലം അനുഭവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് അവർ പോവുകയുള്ളൂ. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ആർക്കും ഷെയർ ചെയ്യരുത്. അതായത് നിങ്ങളുടെ ഗ്രഹനില ആവട്ടെ എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾ ആരോടും ആ ഒരു കാര്യം ഷെയർ ചെയ്യാൻ പാടില്ല. അതായത് നിങ്ങളുടെ ആ ഒരു ഗ്രഹനില നിങ്ങൾ മാത്രം യൂസ് ചെയ്യുക, അല്ലാതെ വേറൊരാൾക്കും യൂസ് ചെയ്യാൻ കൊടുക്കണ്ട. ഇവിടെ ഇന്നത്തെ ആ ഒരു റീഡിംഗ് കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. അതായത് ഒരു വ്യക്തിയുടെ ഗ്രഹനില നോക്കിയിട്ട് ആ വ്യക്തിയുടെ മോശ സമയം ഏതെന്ന് മനസ്സിലാക്കിയിട്ട് എന്നിട്ട് ആ ഒരു മോശ സമയത്ത് ആ വ്യക്തിയോട് വാർ ചെയ്യിക്കുക, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് ഒരു അപകടകാരിയായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക. ഇവരുടെ ആ ഒരു ബുദ്ധി വളരെ മോശം രീതിയിലാണ് യൂസ് ചെയ്യുന്നത്, നല്ല രീതിയിലല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയെ ഒരിക്കലും ദൈവം വെറുതെ വിടുകയില്ല. അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ഫലം അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ബ്ലാക്ക് മാജിക്, തന്ത്രക്രിയ അതിൽ കൂടുതലായിട്ട് വിശ്വാസം ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരെ തകർക്കാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വിദ്യയാണ്. കാരണം ഒരു വ്യക്തി തളർന്നു പോകുമ്പോൾ ആ ഒരു വ്യക്തി വിജയിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വഴികളാണ് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ടീം കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതായത് കുറച്ച് ദിവസം ഈ ഒരു വ്യക്തിയെ ചിലപ്പോൾ കാണാതാവും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നും, ഈ വ്യക്തി എവിടെ പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. അതായത് എന്നും നിങ്ങളുടെ മുന്നിൽ വരുന്ന വ്യക്തി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡൗട്ടായി എന്ന് ഇവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ മുന്നിൽ വരാതെ മാറി നിൽക്കുന്നത്. കാരണം എപ്പോഴും നിങ്ങളുടെ മുന്നിൽ മുഖം കാണിക്കാതെ ഇവർ പോവത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ് പെട്ടെന്ന് അപ്രതീക്ഷമായത്. ഈ വ്യക്തി മെയിനായിട്ട് എന്തെങ്കിലും കർമ്മം ചെയ്യാൻ എടുക്കുന്നത് സൂര്യഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം, പൂർണിമ, അമാവാസി ഇങ്ങനെയുള്ള ദിവസങ്ങളാണ് ഇവർ കൂടുതലായിട്ടും ഇങ്ങനത്തെ മോശം കാര്യങ്ങൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇവരെ നിങ്ങൾക്ക് കാണാനും സാധിക്കത്തില്ല. നിങ്ങൾക്കപ്പോൾ തോന്നും ഈ വ്യക്തി എവിടെ പോയി, കുറച്ച് ദിവസമായിട്ട് ഈ വ്യക്തിയെ കാണാനില്ലല്ലോ എന്ന്. ഇവിടെ എനിക്ക് കൂടുതലായിട്ടും അടുത്തുള്ള നിങ്ങളുടെ വീടിന് അടുത്തുള്ള ആൾക്കാരില്ല, അവരുടെ കാര്യത്തിലാണ് കുറച്ച് ഡൗട്ട് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വീട്ടിനടുത്ത് എവിടെയോ ഇങ്ങനൊരു വ്യക്തിയുണ്ട്, നിങ്ങളുടെ മേൽ കണ്ണ് വച്ചേക്കുന്ന ആ ഒരു വ്യക്തി. അതായത് ഈ വ്യക്തി ഒരുമിച്ച്, അതായത് നിങ്ങളെ ആരാണോ വെറുക്കുന്നത് അങ്ങനെയുള്ളവരെ കൂട്ടൊക്കെ കൂടി ഒരുമിച്ചാണ് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. അതായത് ഈ വ്യക്തിയുടെ ജോലി എന്തെന്ന് വെച്ചാൽ ഒരാളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും രീതിയിൽ കർമ്മം ചെയ്ത നാരങ്ങ കൊണ്ടുവയ്ക്കും. അപ്പോൾ അവർ രാവിലെ വീട് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ഈ ഒരു നാരങ്ങയായിരിക്കും. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉള്ള ഏതെങ്കിലും വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ നാരങ്ങ കൊണ്ടുവയ്ക്കുക, അല്ലെങ്കിൽ ബ്ലാക്ക് നിറത്തിലുള്ള വസ്ത്രം, തുണിയുടെ പീസ് കൊണ്ടുവയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ചെയ്യുന്നത് മറ്റൊരാൾ കണ്ടിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി നിങ്ങളോടുകൂടെ മാത്രമല്ല മറ്റു പല ആൾക്കാരോടും ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ എന്തായാലും ഇവർ ചെയ്യുന്നത് എന്താണോ ഇത് കുറേ പേർ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ എത്ര ബ്ലാക്ക് മാജിക് ചെയ്താലും എന്ത് തന്ത്രവിദ്യ ചെയ്താലും നിങ്ങൾക്ക് ഒന്നും തന്നെ സംഭവിക്കത്തില്ല. ഭഗവാൻ നിങ്ങളെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ നെഗറ്റിവിറ്റിയിൽ നിന്ന് സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ ജന്മത്തിലെ ഏതോ ഒരു കാർമിക് പാറ്റേൺ ആണ് ഈ ഒരു വ്യക്തിയുടെ രൂപത്തിൽ വന്ന് നിങ്ങളെ ദ്രോഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വ്യക്തികൾ കാരണം നിങ്ങൾക്ക് ഒത്തിരി വിഷമം അനുഭവിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങൾക്ക് അവൾ കാണാൻ സാധിക്കുന്നുണ്ടാകും.
ഇവിടെ നിങ്ങൾക്ക് കഴിഞ്ഞുപോയ സമയത്ത് അവൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക ലക്ഷ്മി ദേവിയുടെ വാഹനമാണ് മൂങ്ങ. അപ്പോൾ മൂങ്ങ എന്ന് പറയുന്ന ലക്ഷ്മി ദേവിയുടെ ആ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ആളുടെ ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ വ്യക്തികൾക്ക് നിങ്ങളുടെ ക്യാഷിലാണ് കണ്ണ്. പക്ഷേ ലക്ഷ്മി ദേവിയുടെ ആ ഒരു കൃപാകടാക്ഷം നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ധനവരവിൽ ഒന്നും തന്നെ സംഭവിക്കത്തില്ല. ഇവർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു ധനസ്രോതസ്സിനെ ഇല്ലാതാക്കണമെന്നാണ്. പക്ഷേ ദേവിയുടെ കടാക്ഷം നിങ്ങൾക്കുണ്ട്. ഇത് ലക്ഷ്മി നാരായണൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ സുഖസമൃദ്ധി ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ചില സമയം നിങ്ങളുടെ ലൈഫിലെ സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഫേവറായിട്ട് ആവത്തില്ല പോകുന്നത്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഫേവറായിട്ട് ആകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിഷമിക്കരുത്. ഇപ്പോഴത്തെ സാഹചര്യം മോശമാണ് എന്ന് വിചാരിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് ഫേവർ ആകുന്നതാണ്. ഈ വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്ന രീതിയിലാണ് ഉള്ളത്. അതായത് നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മുന്നേയും ഇവരുടെ പ്ലാനിങ് എല്ലാം മോശമായി. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. ഇവർ എത്രത്തോളം നിങ്ങളോട് മോശം ചെയ്യാൻ ശ്രമിക്കുമോ അത്രത്തോളം ഇവർക്ക് മോശം സംഭവിക്കുക തന്നെ ചെയ്യും. ഈ ഒരു വർഷം ആര് നിങ്ങളോട് മോശം ചെയ്താലും ആദ്യം അവർക്കൊരു വാണിംഗ് കൊടുക്കും ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന്, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് എന്ന്. അതിൽ അവർ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പിന്നെ അവർക്ക് അതിൻ്റെ ആ ശിക്ഷ ഉറപ്പായിട്ട് ലഭിക്കും. ഇവിടെ ആരായാലും അവർക്ക് ഹെൽത്തിൻ്റെ ഇഷ്യൂ വളരെ വലിയ രീതിയിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ദ്രോഹിച്ച ഒരു വ്യക്തിക്ക് വലിയൊരു ഹെൽത്ത് ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഈ ഒരു വർഷം തന്നെ ഇവർക്ക് അത് അനുഭവിക്കേണ്ടി വരുന്നതാണ്. ഇത്രയും വലിയ ന്യായത്തിൻ്റെ പ്രാർത്ഥന നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അത്രയും വലിയ ന്യായത്തിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിയുടെ കൂടെ ശത്രുതാഭാവം വച്ചിട്ടില്ല. ഈ വ്യക്തിയാണ് തിരിച്ച് നിങ്ങളോട് ഇങ്ങനെ വച്ചത്. ഇവിടെ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഒത്തിരി സഹായിച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു വൃക്ഷമായിട്ട് എല്ലാവർക്കും തണലേകാൻ ശ്രമിച്ചു. പക്ഷേ നിങ്ങളുടെ തണലിൽ വന്ന ആൾക്കാർ നിങ്ങളോട് തന്നെ യുദ്ധം ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ഈ ഒരു വ്യക്തി നിങ്ങളെ ഒത്തിരി മിസ്യൂസ് ചെയ്തു. നിങ്ങളോട് ഒത്തിരി മോശം രീതിയിൽ സംസാരിച്ചു. നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തിനെയും എല്ലാം തകർത്ത് കളഞ്ഞു. നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. സമയം ഈ വ്യക്തിക്ക് അവർ ചെയ്തതിൻ്റെ ആ ഒരു കർമ്മഫലം കൊടുക്കുക തന്നെ ചെയ്യും. അതായത് ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് ഒരു വ്യക്തിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒറ്റപ്പെടുത്തുക, ആ ഒരു രീതിയാണ് ഇവർ അവലംബിച്ചത് നിങ്ങളോട്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇവർ ചെയ്ത ഫലം ലഭിക്കുക തന്നെ വേണം. ഇവിടെ ആൾക്കാർ എത്ര തന്നെ മോശം സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കാൻ ശ്രമിച്ചാലും ഈശ്വരൻ അത് മാറ്റിക്കളയുക തന്നെ ചെയ്യും. ഇവിടെ ആരും നിങ്ങളുടെ കൂടെ ഇല്ല എങ്കിലും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ടീവായിട്ട് എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വിരുദ്ധമായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. ഫസ്റ്റ് ഇവരുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇവർ മാക്സിമം ശ്രമിച്ചു നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ടവർ മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ. പക്ഷേ അത് തിരിച്ച് ഇവരുടെ ലൈഫിൽ വന്നിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ 5 അല്ലെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ന്യൂസ് കിട്ടും. അതായത് കുട്ടിക്കാലം മുതലേ നിങ്ങളെ ആരോ വിഷമിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് ദൂരെയുള്ള ബന്ധത്തിലുള്ള ആളായിരിക്കാം. അവർ വളരെ മോശം രീതിയിൽ നിങ്ങളെ വിഷമിപ്പിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ സന്തോഷത്തിൽ തടസ്സം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഈ ഒരു വ്യക്തി ഏത് രീതിയിലാണോ നിങ്ങളെ വിഷമിപ്പിച്ചത് അതിൻ്റെ ആ ഒരു ന്യായം 5 അല്ലെങ്കിൽ 6 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് ന്യായം സംഭവിച്ചു എന്ന്. ഇവിടെ ആരാണോ നിങ്ങൾക്കെതിരെ ഒരു ടീം ക്രിയേറ്റ് ആക്കി നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് നേരെ വാർ ചെയ്യുന്നത് അവരുടെ ലൈഫിൽ ഒരു ടവർ മൂവ്മെൻറ്റ് ഉറപ്പായിട്ടും ക്രിയേറ്റ് ആകുന്നതാണ്. ഇവിടെ നിങ്ങൾ സ്വയം ഹീലാവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു ചക്രാസ് എപ്പോഴും ബാലൻസിൽ വയ്ക്കാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ഇവിടെ നിങ്ങൾക്ക് നല്ലതായിട്ട് ഒരു പ്രൊട്ടക്ഷനോടുള്ള ലൈഫ് വേണമെങ്കിൽ ചക്രാസ് ബാലൻസ് ചെയ്ത് വയ്ക്കുക. സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും ചിരി ഉണ്ടാവുക. നിങ്ങളുടെ ആ ഒരു ചിരി തന്നെ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്ന് ഓടിപ്പോകാൻ വേണ്ടി സഹായിക്കും. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ചിരിക്കുക. നിങ്ങളുടെ ആ ഒരു ചിരി മതി നെഗറ്റിവിറ്റി പേടിച്ചോടാൻ. ഇവിടെ നിങ്ങൾക്ക് നേരെ നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യാൻ വേണ്ടി ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈശ്വരൻ നിങ്ങളെ രക്ഷിച്ചു. നിങ്ങളുടെ ലൈഫിലെ എല്ലാ നെഗറ്റിവിറ്റിയും അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുക, ചിരിക്കുക.
നിങ്ങളുടെ ആ ഒരു ചിരി തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ശക്തി, നെഗറ്റിവിറ്റി അവസാനിപ്പിക്കാനുള്ള. ചില സമയം നിങ്ങൾക്ക് തോന്നുന്നില്ല, ഒന്നിനും തോന്നുന്നില്ല, മനസ്സ് വരുന്നില്ല, ഏകാഗ്രതയില്ല എന്ന് എങ്കിൽ എന്തെങ്കിലും കോമഡി കാണുകയോ മനസ്സ് തുറന്ന് ചിരിക്കുക. അങ്ങനെ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് വരികയും ഏകാഗ്രത വരികയും ചെയ്യുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി കൂടുതലായിട്ടും പോകുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിലാക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരികയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാരെയാണ്. അപ്പോൾ നെഗറ്റിവിറ്റിയെ ഓട്ടിക്കാൻ ഞാൻ പറഞ്ഞ ഒരു മെത്തേഡ് നിങ്ങളുടെ ചിരിയാണ്. എപ്പോഴാണോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റിവിറ്റി പൂർണ്ണമായിട്ടും പോകുന്നത്, അപ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ട് വലിയൊരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ലൈഫിൽ എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ക്യാഷിൻ്റെ ആ ഒരു ഗ്രോത്ത് അതാണ് ആദ്യം കൂടുന്നത്. കാരണം ആൾക്കാർ അവരുടെ ക്യാഷിൻ്റെ പവർ നിങ്ങളോട് കാണിക്കുമ്പോൾ ദൈവം നിങ്ങളോട് പറയുന്നത് എൻ്റെ കൃപ നിങ്ങളുടെ മേലുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊന്നും വരത്തില്ല എന്നാണ്. ഇവിടെ സ്റ്റെബിലിറ്റിയോട് കൂടിയുള്ള ഒരു വരദാനമാണ് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും തന്നെ ആ ഒരു വരദാനത്തെ ഇല്ലാതാക്കാൻ സാധിക്കത്തില്ല. ഇത് നിങ്ങൾ ഒത്തിരി ഉയരത്തിലെത്തുകയും ചെയ്യും. നിങ്ങൾ സ്വയം നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കുകയും ചെയ്യും. നല്ല ഒരു ലൈഫായിരിക്കും നിങ്ങൾ ജീവിക്കുക. ഇവിടെ ഈ ഒരു നിങ്ങളുടെ ആ ഒരു ശത്രുവിൻ്റെ വീട്ടിൽ വീണ്ടും വീണ്ടും കാറ്റ് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒന്നുകിൽ ഡാർക്ക് ബ്ലാക്ക് ആണ് ആ കാറ്റിൻ്റെ നിറം, അല്ല എങ്കിൽ വേറെ ഏതോ കളറാണ്. എന്തായാലും നിങ്ങളത് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അവർ ചെയ്തതിൻ്റെ ആ ഒരു ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ ലക്ഷ്മി നാരായണൻ്റെ കൃപ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും ഒരാളുടെ കണ്ണുണ്ട്, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരാളുടെ കണ്ണുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ക്യാഷ് മാത്രമല്ല, നിങ്ങളുടെ സന്തോഷം മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ പോലും തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികളാണ് ഈ ഒരു വ്യക്തിക്ക് വേണ്ടത്. അതായത് എല്ലാ രീതിയിലും നിങ്ങളെ തകർക്കുക. ഇവിടെ പ്ലാനിങ് ഇവർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ പ്ലാനിങ് പരാജയപ്പെട്ടു. ചിലപ്പോൾ ഈ കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി നിങ്ങൾ വിഷമിച്ചിട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തമ്മിൽ, അതായത് അച്ഛനും മോളും അമ്മയും, അല്ലെങ്കിൽ ബ്രദറും സിസ്റ്ററും, അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നല്ലൊരു ബന്ധത്തെ തകർക്കാൻ ഇവർ ശ്രമിച്ചത് കൊണ്ടാണ് പെട്ടെന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വിള്ളൽ ചെറിയ രീതിയിലായാലും വന്നത്. പക്ഷെ വലിയ രീതിയിൽ പ്രഭാവം ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയില്ല. കാരണം നിങ്ങൾക്ക് ആ ഒരു ദൈവിക ശക്തിയുടെ പവർ ഉള്ളതുകൊണ്ട് ഒത്തിരി അബണ്ടൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. ആ ഒരു അബണ്ടൻസിൽ നിങ്ങൾ ജീവിക്കുകയും ചെയ്യും. ഒത്തിരി സക്സസ്സും നിങ്ങൾക്ക് പ്രാപ്തമാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു സക്സസ്സും നിങ്ങളുടെ മുഖത്ത് ആ ഒരു ചിരിയും, അതാണ് ദൈവത്തിന് ഒത്തിരി ഇഷ്ടം. ഇത് രണ്ടും തന്നെയാണ് നിങ്ങളുടെ പിറകെ നടക്കുന്ന ശത്രുക്കൾക്കുള്ള മറുപടിയും. അപ്പോൾ ഒട്ടും തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ട് പേടിക്കരുത്. സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ചക്രാസ് ബാലൻസിൽ എപ്പോഴും കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.